ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. സനു കെ സജീവ് ചേരുന്നു. സനു, വലിയ രീതിയിലുള്ള അക്രമമാണല്ലോ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിൽ നടത്തിയത്. ഹോട്ടൽ പൂർണ്ണമായും അടിച്ചു തകർക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അക്രമം നടത്തിയ പ്രതികൾ നിലവിൽ ഇപ്പോൾ പോലീസ് പിടിയിലാണ്. 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് ഇന്നലെ രാവിലെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിലുള്ള ഹോട്ടൽ അടിച്ചു തകർക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്തുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ, അതായത് വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും ഒപ്പം തന്നെ വിളക്ക് വിൽപ്പന, അതായത് വിളക്ക് വ്യാപാരം നടത്തുന്ന കടകളിലടക്കം ഇവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘർഷം വലിയൊരു അക്രമം അഴിച്ചുവിട്ടിരുന്നു. തുടർന്ന് അതായത് ഈ സംഭവം ജനം TV റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തുകയും തുടർന്ന് ഹോട്ടൽ ഉടമകൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. വൈകുന്നേരത്തോടുകൂടി ഹോട്ടൽ ഉടമയെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പ്രതികളെ പിടികൂടിയത്. അനീഷ്, അതായത് വഴിയോര കച്ചവട യൂണിയൻ നേതാവും ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള അനീഷ് പ്രസാദ്, സുരേഷ് ബാബു, മുഹമ്മദ് നിസാർ, രഘു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അനീഷാണ് സംഭവത്തിൽ ഒന്നാമത്തെ പ്രതി. PDPP ആക്ട് പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ അക്രമം നടത്തിയതിനു ശേഷം ഈ അനീഷിന്റെ നേതൃത്വത്തിലുള്ള 50ഓളം ആളുകൾ കയറിയത് ക്ഷേത്രത്തിനുള്ളിലേക്കാണ്, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്കാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് കടന്ന് ഇവരെ തടയാൻ പോലും ഈ പോലീസ് തയ്യാറായിട്ടിരുന്നില്ല. അതിനുശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു ജനരോഷം ഉയർന്നതിനെ തുടർന്നാണ് ഇവരെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും ടെമ്പിൾ പോലീസ് എത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി, സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.